Good morning. Morning. Prayer. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായി അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നിർവഴി കാട്ടുന്നോരധ്യാപകരെയും നീ തന്നതാമെൻ മാതാപിതാക്കളെയും നിന്നനുഗ്രഹത്താൽ നിത്യം നിറച്ചിടണമേ. താങ്ക് യു മാം. Thought of the day ഞാനാണ്. Okay. Good morning all. ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സുന്ദരമായിരിക്കണമെന്നില്ല. ചില ദിവസങ്ങൾ നമ്മെ തളർത്തും, ചില അനുഭവങ്ങൾ നമ്മെ മൗനത്തിലാക്കും. പക്ഷെ ഓർക്കണം, ഇന്ന് നീ അതിജീവിക്കുന്നതെല്ലാം നാളെ നിന്നെ കൂടുതൽ ശക്തനാക്കാനാണ്. പതുക്കെയെങ്കിലും മുന്നോട്ട് നീങ്ങുക, നിൽക്കരുത്. മറ്റുള്ളവരുമായി നിന്നെ താരതമ്യം ചെയ്യാതിരിക്കുക. നിന്റെ യാത്ര നിനക്കുള്ളതാണ്. വീഴ്ചകൾ പരാജയമല്ല, അവ പഠനങ്ങളാണ്. സ്വയം വിശ്വസിക്കൂ, സമയത്തെ വിശ്വസിക്കൂ. നീ കരുതുന്നതിലും ശക്തനാണ് നീ. താങ്ക് യു മിസ്. Okay, Richu, thank you. നല്ലൊരു കോട്ട് കേട്ടോ. താങ്ക് യു മിസ്. സൈനിൻ. ഞാൻ പറയാം മാം. അയ്യോ ഒരു മിനിറ്റ് മാം. കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഒരു നല്ല അധ്യാപകൻ പകർന്നു നൽകുന്ന അറിവ് മാഞ്ഞു പോയേക്കാം, എന്നാൽ അവർ നൽകുന്ന പ്രചോദനം ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഓരോ പാഠവും ഒരു കുട്ടിയിൽ പുതിയൊരു സ്വപ്നം വിരിയിക്കാൻ കാരണമായേക്കാം. താങ്ക് യു മാം. Okay, very good. Okay, good morning to all. Begin വിശേഷം. നല്ല വിശേഷം. സുഖം മിസ്. ഒരു ബുധനാഴ്ച ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. പെട്ടെന്ന് ബുധനാഴ്ചകളാവുന്നുണ്ട്. മിസ്സിനെ അങ്ങനെ തോന്നുന്നു, നമുക്കങ്ങനെ തോന്നാത്ത പോലെ ഉണ്ട്. എന്താണ്? അല്ല, നമുക്കങ്ങനെ തോന്നുന്നില്ല. എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ് അധികം. അങ്ങനെ തോന്നുന്നില്ലേ? അതല്ല, ഇപ്പൊ എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ്, അതുകൊണ്ട് തോന്നലില്ല എന്ന് പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ബുധനാഴ്ച മാത്രമല്ല വരുന്നത്. എനിക്ക് ഒരുപാട് ഗ്യാപ്പ് അങ്ങനെ തോന്നുന്നില്ല. പെട്ടെന്ന് വെനസ്ഡേ ആവുന്ന പോലെ തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു ഇഷ്ടം. അയ്യോ, ഇഷ്ടം കൊണ്ടല്ലോ മിസ്സേ, ഞാൻ പറഞ്ഞതാ. മിസ് അങ്ങനെ പറഞ്ഞോണ്ട്. അത് ടീച്ചർ എന്തോ ലീവ് ആയതുകൊണ്ടല്ലേ ടീച്ചർ? അതെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖാണ് മാം. യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്തില്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പാരഗ്രാഫ്. ഇത് മാത്രം എടുത്തിട്ടുള്ളോ? ഇമോഷണൽ ഡെവലപ്മെന്റ് മാത്രം എടുത്തിട്ടുള്ളൂ? ഫസ്റ്റ് ചെറിയ പാരഗ്രാഫ് മാത്രമേ പറഞ്ഞു. ഒന്ന് പേജ് നമ്പർ പറഞ്ഞു തരുവാ? പേജ് നമ്പർ 45. 45. വേറെ എന്തെങ്കിലും ശബ്ദം ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മാം. ഇല്ല.
ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ടില്ലല്ലോ? ഇതോ ഇല്ല 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 മിസ് എടുത്തില്ല. പറഞ്ഞു പോയി തോന്നുന്നു, അതൊക്കെ തന്നെ പറഞ്ഞത്. ഇല്ല മാം, ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻട്രൊഡക്ഷനിൽ ഈ ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നോക്കി കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. The following are the chief characteristics of emotion during preschool years. Okay. Preschool years ഏത് ഏജ് കാറ്റഗറി ആണ് preschool year എന്ന് പറയുമ്പോൾ? ഏത് ഏജ് ആണ് preschool ഏത് ഏജ് ആണ് പിള്ളേരെ? ആണോ മാം? 3 age അല്ലെങ്കിൽ 4 3 to 6. 3 to 6. 3 to 6 ആണോ? Three to 6 ആണോ preschool? 3 to 5 ആണ്. 3 to 4. 3 to 6. 3 to 5 പറയാനല്ല. ഓക്കെ, നോക്കാം എന്താണ്. അപ്പോ പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികൾ, അതായത് 3 വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് ഒരു 5 to 6 അങ്ങനെ വരുന്ന ആ ഒരു ഏജിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഇമോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ഇമോഷൻസ് ഉള്ളതെന്നുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷതകളാണെന്ന് പറയുന്നത് കേട്ടോ. During early childhood, emotions appear more regularly and more severely. ചൈൽഡ്ഹുഡിലെ കുട്ടികളുടെ ഇമോഷൻസ് അതിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? more regularly and more severely എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ കുട്ടിക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്തെ കുട്ടികളുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? കൂടുതൽ കഠിനവുമായിരിക്കും, സ്ഥിരവുമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? എന്താണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പീരീഡിലെ കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെയാണ്? സ്ഥിരവുമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? റെഗുലർലി ആണ് ആൻഡ് സിവിയർലി. സിവിയർലി എന്ന് വെച്ചാൽ എന്താ? സിവിയർ ആവാന്ന് പറഞ്ഞാൽ എന്താ? തീവ്രമാവുക അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഇമോഷൻസ് ആണ് കുട്ടികള് ഈ ഒരു പീരീഡില് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, early childhood emotions appear more regularly and more severely. ഇനി emotions are expressed in relation to concrete objects. Emotions are expressed in relation to concrete objects. എന്താ പറയുന്നത്? അവരുടെ ഇമോഷൻസ് അവർ എങ്ങോട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ഒബ്ജക്ട്സുകളാണ്? മൂർത്തമായിട്ടുള്ള വസ്തുക്കളിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂർത്തമായ വസ്തുക്കൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, വസ്തുക്കൾ. എന്താണ് മൂർത്തമായ വസ്തുക്കൾ എന്ന് പറയുന്നത്? ഹാർഡ് ഒബ്ജക്ട്സ്. എന്താ? ഹാർഡ് മീൻസ് കട്ടിയുള്ളത്. PDF പോയോ? കാണാമോ? ഇല്ല മാം. ഇല്ല. ഷെയർ ആവുന്നില്ല കേട്ടോ, നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പോഴും കാണുന്നില്ലല്ലോ? ഇല്ല. പക്ഷെ എനിക്ക് ഷെയർ ആയിക്കോളും, നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കോളൂ. നമ്മുടെ കുട്ടികൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോ ഈ ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇമോഷൻസ് മീൻസ് ദേഷ്യമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ദേഷ്യമായിരിക്കും. ഇപ്പൊ പാവേനൊക്കെ വലിച്ചെറിയുന്നതാണ് കിട്ടുന്നത് അല്ലെ, അല്ലെങ്കിൽ പാവ അല്ലെങ്കിൽ എന്ത് വസ്തുക്കളാണെങ്കിലും അവരുടെ സ്പൂണ്, ചൂല്, വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും അവർ ഉപയോഗിക്കാറുണ്ട് അല്ലെ.
ഉപയോഗിക്കാറില്ലേ? അവർക്ക് ദേഷ്യം, അവരുടെ ഇമോഷൻസ് അവർ അതിനോടാണ് എക്സ്പ്രസ് ചെയ്യാറ് കൂടുതൽ. ഓക്കെ, അതിനോട് സംസാരിക്കും. കുട്ടികള് പാവകളോടും അല്ലെങ്കിൽ ഇപ്പോ ഇവ എന്ത് വസ്തുക്കൾ ഉണ്ടാകും അതിനോട് ഫാനിനെ നോക്കി സംസാരിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. ഫാൻ വെറുതെ കറങ്ങുന്ന ഫാനാണ്, ഫാനോട് വർത്താനം പറയും. അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളോട് പ്രത്യേകമായ ഒരു അട്രാക്ഷൻ ആണ് അവർക്ക്. അപ്പൊ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്തുതരം ഇമോഷൻസ് ആണെങ്കിലും അവർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതേപോലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലായിരിക്കും, ഇതേപോലുള്ള അമൂർത്തമായ വസ്തുക്കളിലായിരിക്കും. ഓക്കെ, ചിലപ്പോ ദേഷ്യം മൂലം ചിലപ്പോൾ പാവേനൊക്കെ പിച്ച് ചീന്തി കളയാറുണ്ട് കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ മേത്ത് വലിച്ചെറിയും. അങ്ങനെ പല രീതിയിൽ. തലോണ, നമ്മുടെ പില്ലോ ഇല്ലേ, പില്ലോ ഒരു ടോയ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ അല്ലെ. പില്ലോനെ എടുത്തുകൊണ്ട് പോകുന്നു, പാവേനെ എടുക്കുന്ന പോലെ അതിനെ തോളിൽ വെക്കുന്നു, മടക്കുന്നു, കിടക്കുന്നു, അതിനോട് സംസാരിക്കുന്നു. ഞാൻ ദേഷ്യം കയറി കഴിഞ്ഞാൽ അതിനെ വലിച്ചു കയറും. ഓക്കെ, അത് ചിലപ്പോൾ താഴെ വീണൊക്കെ കിടക്കുന്നത്. അപ്പൊ അവര് കാണിക്കുന്നത് എന്താണ്, അവരുടെ ഇമോഷൻസ് അവർക്ക് നമ്മളെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരന്റ്സിനോട് മാത്രമല്ല അവരെന്തെങ്കിലും കാണിക്കുന്നത് മറ്റു വസ്തുക്കളോടും കൂടിയും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ അവരത് പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ്, അതായത് പ്രീ സ്കൂൾ ഇയേഴ്സിലാണ് കുട്ടികളുടെ ഇമോഷൻസ് ഇങ്ങനെ അവരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട് എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യാറില്ലേ, ചെയ്തിരുന്നതല്ലേ? അതെ മാം. Then emotions are temporary. The child shift his emotions very quickly. കുട്ടികളുടെ ഇമോഷൻസ് ടെമ്പററി ആണ്. ഓക്കെ, അവർക്ക് പെട്ടെന്ന് തന്നെ ഇമോഷൻസിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മുന്നിൽ നമ്മൾ ഒരു ഐസ്ക്രീമോ ചോക്ലേറ്റ്സോ എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ കരച്ചിൽ മാറും അല്ലെ. അതേപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുൻപിൽ നമ്മളൊന്ന് വെറുതെ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ മതി, ചിലപ്പോൾ തന്നെ എന്താണ് അപ്പൊ തന്നെ പേടിച്ച് പൊട്ടിക്കരയുന്ന പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കരയാറുണ്ട്. പെട്ടെന്ന് പെടുന്നവരങ്ങൾ എന്താണ് ഇമോഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് ഇമോഷൻസ് എപ്പോഴും അവരുടെ ടെമ്പററി ആണ്, താൽക്കാലികമാണ്. Child shift his emotions very quickly. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. Emotional expressions in early childhood are severe irrespective of the intensity of the stimulus. Emotional expression in early childhood are severe irrespective of the intensity of the stimulus. എന്താണ് നാലാമത്തെ പോയിന്റ് എന്ന് വായിച്ചു നോക്കിയേ. Emotional expression in early childhood are severe irrespective of the intensity of the stimulus. കുട്ടിക്കാലത്ത് കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ കഠിനമാണെന്നാണ് പറയുന്നത്. അതായത് എന്തായിരിക്കും കഠിനമാണെന്ന് പറയാനായിട്ട് കാരണം? അല്ലെങ്കിൽ ഇവിടെ സ്റ്റിമുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെയാണ്? ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് എവിടെയാണ് സംഭവിക്കുന്നത്? സ്റ്റിമുലസ് എവിടെയാണ് സംഭവിക്കുന്നത്? ബ്രെയിൻ. ബോഡിയിലാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് ആണോ സ്റ്റിമുലസ് എന്ന് പറയുന്നത്? ബ്രെയിൻ സ്റ്റിമുലേഷൻ. എന്താണ് അൻസി എന്താ പറയുന്നത്? മൈൻഡിലാണോ? മൈൻഡിലാണോ ഉണ്ടാകുന്നത്? വാശി, ദേഷ്യം, അങ്ങനെ ബോഡി റിയാക്ഷൻസിലൂടെ നമുക്ക് കുട്ടികളുടെ ഇമോഷൻസ് കാണാൻ പറ്റില്ല. ബോഡി റിയാക്ട് ചെയ്യുന്നത്, ബോഡി റിയാക്ഷൻസ്, ഹോൾ ബോഡി റിയാക്ഷൻസിലൂടെ കുട്ടി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് അല്ലെങ്കിൽ ഇമോഷണലി ഹാപ്പി ആണെന്ന് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ലേ? പറ്റാറുണ്ട്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആക്ഷൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ അവരുടെ ഹോൾ ബോഡിയിൽ എന്ത് വരുന്നുണ്ട്? ഇപ്പൊ ദേഷ്യം അമിതമായിട്ടാണെങ്കിൽ ആ ഹോൾ ബോഡിനെ അത് പ്രൊജക്ട് ചെയ്യും. ഇപ്പൊ ഭയങ്കര ഒരു അലറി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ദേഷ്യം കയറി കഴിയുമ്പോൾ കണ്ടിട്ടില്ല നമ്മള്? അവരെങ്ങനെയായിരിക്കും? റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ദേഷ്യം കയറി കഴിഞ്ഞാല് അലറുന്ന കണ്ടിട്ടില്ല നിങ്ങള്? കുട്ടികൾ അലറുന്നത് അവിടെ മുഴുവൻ ഒരു റൂം ആണെങ്കിൽ ആ റൂം അല്ലെങ്കിൽ വീടിനെ മറിച്ച് വെക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുട്ടിക്കാലം, ആ ഒരു കാലഘട്ടത്തിലെ കുട്ടിക്കാലത്ത് കുട്ടികളുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ
സിവിയർ ആണ്, കഠിനമാണെന്ന് പറയാൻ കാരണം ഓൾറെഡി അവരുടെ ബോഡി മൂവ്മെന്റ്സിൽ ഹോൾ നമ്മളത് പ്രൊജക്ട് ചെയ്തത് കാണാൻ സാധിക്കും. അതായത് അവരുടെ വികാരങ്ങൾ അവർ കാണിക്കുന്നത് എങ്ങനെയാണ്, ഓൾ ബോഡി മൂവ്മെന്റ്സിലൂടെയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് സ്റ്റിമുലസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ്, അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്സുകളാണ്. ഓക്കെ, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണ് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നത് ദേഷ്യം വരുമ്പോഴായിരിക്കും അല്ലെ. ദേഷ്യം എന്നൊരു മോശം കൈകാര്യം ചെയ്തിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ തല മുതൽ കാലിന്റെ അടി വരെ നമുക്ക് എങ്ങനെയായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലേ? ഒരു തരിപ്പ് എന്താ പറയാ, ദേഷ്യത്തിന് കണ്ണും മൂക്കിലാന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. ശരിയാണ്, ദേഷ്യം വന്നാൽ പിന്നെ നമുക്ക് അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണ്. പിടിച്ചില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ വായത്തൊന്ന് ഇതൊക്കെ വിളിച്ചു പറയും, ചിലപ്പോ അപകടകരമായിട്ട് നമ്മൾ പെരുമാറുകയും. കുട്ടികൾ ദേഷ്യം കയറി കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാറുണ്ട് അല്ലെ, നമ്മളെ ഉപദ്രവിക്കുക അവരുടെ ശരീരം അവരെ തന്നെ ഉപദ്രവിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, പല രീതിയിലാണ് അത് അവർ ഇമോഷൻസ് അത് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് അവരുടെ ആ വൈകാരിക നിമിഷങ്ങൾ ഏറ്റവും കഠിനമായ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then children fail to hide their emotions but express them indirectly through various activities like as crying, nail biting, thumb sucking and speech difficulties. കുട്ടികളുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരിക്കലും ചെറിയ കുട്ടികളുടെ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും അല്ലെ. അവരുടെ ഫിസിക്കൽ ഫീച്ചറിൽ നിന്നോ കണ്ണിൽ നിന്നോ നമുക്ക് എന്താണ് അവരെങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കിയാലും അല്ലെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. അതായത് ഒരു കുഞ്ഞിനൊരു വിഷമം ഉണ്ടെങ്കിൽ ചിലപ്പോ കണ്ണില് മാത്രം അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും നിൽക്കാന്നൊക്കെ പറയില്ല. നമ്മള് ഉള്ളിൽ വിഷമം ഉണ്ടാവും പക്ഷെ കരയാതെ ഇങ്ങനെ തേങ്ങുന്ന കുട്ടികളുണ്ട്. അതേപോലെ ചിലപ്പോ നെയിൽ ബൈറ്റിങ്, ഈ നഖം കടിച്ചു നിൽക്കും വിഷമം വരുമ്പോ. പിന്നെ ചില കുട്ടികൾ എന്താണ് തമ്പ് സഖി അല്ലെ, വെല്ലിങ്ങനെ ചപ്പുന്നവരുണ്ട്. ചില കുട്ടികള് വിഷമം വരുമ്പോ സംസാരിക്കുന്നുണ്ടല്ലേ, നിങ്ങള് സംസാരിക്കുമ്പോൾ ഡിഫിക്കൽട്ടീസ് വരും അല്ലെ. കരഞ്ഞൊന്നും സംസാരിക്കുന്നില്ലേ, കരയല്ല എന്നാ വിഷമം ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അതായത് അവര് മാക്സിമം വിഷമമില്ലാന്ന് അറിയിക്കാതിരിക്കാനാണ് കാണിക്കുന്നത്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പുറത്തോട്ട് വരികയാണ്. നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് എന്താ പ്രശ്നം ഉണ്ടെന്ന് അല്ലെ. അപ്പൊ കുട്ടികളുടെ എപ്പോഴും അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നത് അവർ പരാജയപ്പെടുകയാണ്. കാരണം ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ പല ഫീലിങ്സിലൂടെ പല ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും, കുട്ടിക്ക് എന്തോ തരത്തിലുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, ഒരിക്കലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റും അല്ലെ. നമുക്ക് പറ്റും. നമ്മൾ എന്തുകൊണ്ടാണ് പറ്റുന്നത്, നമ്മൾ ഓൾറെഡി സ്റ്റേജൊക്കെ കഴിഞ്ഞ് മുതിർന്നവരായി, അതിനാൽ തന്നെ നമുക്ക് അതിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, അവർക്ക് ഒരിക്കലും അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പല റിയാക്ഷൻസ് അവർ കാണിച്ചു വരും. ഓക്കെ, മനസ്സിലായോ അഞ്ചാമത്തെ പോയിന്റ്? Okay, so these are the chief characteristics of emotion during preschool years. Preschool years കുട്ടികളുടെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താ പഠിച്ചത്, early childhood emotions appear more regularly and more severely. ഇക്കാലത്തെ കുട്ടികളുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമുള്ളതായിരിക്കും, അതോടൊപ്പം തന്നെ കഠിനമായിരിക്കും. പിന്നെ കുട്ടികളെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് വസ്തുക്കളിലാണ്, കോൺക്രീറ്റ് ഒബ്ജക്ട്സിലാണ് അല്ലെ, മൊത്തമായിട്ടുള്ള വസ്തുക്കളിലാണ് കുട്ടികൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഇമോഷൻസ് പെർമനന്റ് ആണോ, ഇമോഷൻസ് ആർ പെർമനന്റ് ആണോ? അല്ല, ഇമോഷൻസ് ആർ ടെമ്പററി. ഓക്കെ, the child shift his emotions very quickly. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് അവന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇമോഷണൽ എക്സ്പ്രഷൻ ഇസ് ഏർലി ചൈൽഡ്ഹുഡ് ആർ സിവിയർ റെസ്പെക്റ്റീവ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ്. അതായത് ഇക്കാലത്തെ കുട്ടികളുടെ ആ ഒരു വികാരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കഠിനമാണ്. അവര് ആ കഠിനമായിട്ട് അവരുടെ ആ ഒരു ബോഡി റിയാക്ഷൻസിലൂടെ ആയിരിക്കും കുട്ടികൾക്ക് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ അവർക്ക് ഒരിക്കലും അവരുടെ ഇമോഷൻസിനെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ചില ബിഹേവിയർ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് എന്തോ വിഷമങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. ടെക്സ്റ്റിലുള്ളത് എന്താണോ അത് തന്നെ പഠിക്കാം. ഓക്കെ,
ക്ലിയർ ആണോ അത്? Yes, ma'am. Yes. ഒരു മിനിറ്റ്, എനിക്ക് എടുത്ത 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു കൊടുക്കൂ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ PDF? ഇല്ല മാം. The emotional tie between infant and mother is a critical factor in the social and emotional development of the growing child. Children exhibit signs of fear and anxiety in the presence of strange persons, and the immediate reaction of children is seeking the security of their mother. This is called stranger anxiety. Emotional tie between infant and mother is a critical factor in the social and emotional development of growing child. Okay, നമുക്ക് ഇൻഫാന്റും അമ്മയും തമ്മിലുള്ള ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അല്ലെ, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണെന്നത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിന്, വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനും അവന്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്സ് നമുക്ക് ഒരിക്കലും അത് സ്പീച്ച്ലെസ് ആണല്ലോ, നമുക്ക് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അമ്മയും കുഞ്ഞുള്ള റിലേഷൻഷിപ്സ് അല്ലെ? തീർച്ചയായിട്ടും ആണോ? അതെ. തമ്മിടുന്ന നേരം കൊണ്ട് മിണ്ടിക്കൂടെ നിങ്ങൾക്ക്? അതെ മാം. അതെ. Yes. അപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ചയില് പ്രത്യേകിച്ച് അവന്റെ ഇമോഷണലി സപ്പോർട്ട് കൊടുക്കാൻ അമ്മേനേക്കാളും അത്രയും ഇമ്പോർട്ടൻസ് വഹിക്കുന്ന വ്യക്തികളാരില്ല അല്ലെ? നിങ്ങളുടെ ലൈഫിലെല്ലാം നിങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവും അല്ലെ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ പല ഘട്ടങ്ങളിലും, അതായത് ചെറുപ്പകാലം മുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഡെലിവറി സ്റ്റേജ് വരെയാണ് നമുക്ക്, അത് കഴിഞ്ഞാൽ വേണ്ടെന്നല്ല പറയുന്നത്, ഇൻ കേസ് എന്താ നോക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ഡെലിവറി പീരീഡിലാണ് അല്ലെ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ആവശ്യമല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും അങ്ങനെ കിട്ടാറില്ല, എന്നിരുന്നാൽ പോലും നമ്മളുടെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മ അല്ലെ? എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരു ബൗണ്ടറീസ് ഇല്ലാതെ പോയി പറയാനും സംസാരിക്കാനും വഴക്കിടാനൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛനേക്കാൾ കൂടുതൽ നമ്മള് പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള കുറെ പേർക്ക് അറ്റാച്ച്ഡ് അച്ഛനായിരിക്കും, എന്നാൽ പോലും അമ്മയ്ക്ക് വേറൊരു പ്രാധാന്യം ഉണ്ട് അല്ലെ? ഉണ്ട് മാം. നിങ്ങൾ കണ്ടതില് നിങ്ങളുടെ അമ്മയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? ഒരാൾ പറഞ്ഞാൽ മതി, എനിക്ക് ഒരാൾ.
ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നിങ്ങളുടെ അമ്മയില്? നമ്മളെ തന്നെ നന്നായി മനസ്സിലാക്കും, നമ്മൾ എന്താ ചിന്തിക്കുന്നത് അത് അവിടെ എത്തിക്കും. അത്രയും മതി അല്ലേ? അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? അതാണ് ഈ ലോകത്ത് എങ്ങും കിട്ടാത്തൊരു കാര്യം. നമ്മളെ പക്ഷെ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോ ഞാൻ മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി, എന്താ കാര്യം എന്നുള്ളത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരും. അത് ഭയങ്കര അത്ഭുതല്ലേ? അതെ. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോ ഒരു കാര്യം ശരിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ചോദിക്കുന്ന കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കി. നമ്മളുടെ അമ്മയെ പോലെ അല്ലെ, നമ്മുടെ അമ്മയെ പോലെ നമ്മളെ മനസ്സിലാക്കുന്ന അതേ ക്വാളിറ്റിയോടുകൂടി അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ലൈഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയല്ലേ? അങ്ങനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നല്ലേ? അപ്പൊ പക്ഷെ നമുക്ക് അമ്മയുടെ തോന്നുന്ന ഫീലിംഗ് തോന്നില്ല അല്ലെ? ഞാൻ ഹാപ്പിയാ മാം. കേട്ടില്ല, നിങ്ങൾ എന്താ പറയുന്നേ? എന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്റെ ലൈഫ് പാർട്ട്ണറും. വിചാരിക്കുമ്പോഴേക്കും മനസ്സിലാക്കും. നല്ല കാര്യം. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് വിട്ടു പോയതിന്റെ യാതൊരു ഫീലിങ്സ് ഉണ്ടാവില്ല, നമ്മൾ മറ്റൊരിടത്താണെന്നുള്ള തോന്നൽ ഉണ്ടാവില്ല, നമ്മള് ഫീൽ ഫ്രീ ആയിരിക്കും എപ്പോഴും അല്ലെ? അത് ലൈഫ് ലോങ് നമുക്ക് ഭയങ്കര രസമാണ്. നമ്മളെല്ലാം ശരിക്കും പറഞ്ഞ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കല്യാണം എന്നൊരു കാര്യം പലർക്കും നല്ലതാണ്, പക്ഷെ പലരുടെയും പല കാര്യങ്ങളും പോയത് അതോടുകൂടിയാണ് അല്ലെ? ശരിയല്ലേ? ശരിയാണ്. നമ്മൾ തിരിച്ച് ആൺകുട്ടികളാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല അല്ലെ? ആൺകുട്ടികളെയാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വരുന്ന ഒരു സമ്പ്രദായം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ഇത്രയും ഇഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അവരോട് ചോദിക്കേണ്ട ആദ്യം. അതെ. അപ്പൊ ഓക്കെ, അപ്പൊ അമ്മയിൽ നിന്നാണ് ഹസ്ബൻഡിലേക്ക് എത്തിയത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കണം എന്നാണ്. മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും വേദന. നമ്മൾ ചിലപ്പോ നല്ല കാര്യമായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവര് വേറൊരു ആംഗിളിൽ നോക്കി കാണും. അപ്പോ അത് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന വരില്ല. അതാണ് നമ്മുടെ എല്ലാവരും പ്രശ്നം. അവര് പക്ഷെ അംഗീകരിച്ചു തരാണെങ്കിൽ നമ്മളുടെ കുറെ കാര്യങ്ങള് കുറെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അവർ അംഗീകരിച്ചു തരാത്തതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെന്താണോ കോമൺ എല്ലാ ഹസ്ബൻഡ്മാരെയും ഞാൻ പറയുന്നില്ല കേട്ടോ, എല്ലാ ഹസ്ബൻഡും അങ്ങനെയല്ല. നന്നായിട്ട് കെയർ ചെയ്യുന്നവരുണ്ട്, നല്ലോണം നോക്കുന്നവരുണ്ട്. ഒന്നും കൊടുത്തില്ല, നമുക്ക് സ്വർണ്ണവും പണം അതൊന്നുമല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് അല്ലെ? മനസ്സുകൊണ്ട് മനസ്സാന്നിധ്യം കൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കണം അല്ലെ? അതാണ് വേണ്ടത്. 1000 രൂപയുടെ ചുരിദാറോ അല്ലെങ്കിൽ ഒരു ഗോൾഡോ ഇതൊന്നും വാങ്ങിച്ചു തരുന്ന നല്ല കാര്യം, അതൊന്നും അല്ലല്ലോ കാര്യം. അതൊന്നും അല്ലടോ കാര്യം. നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക, നമ്മളുടെ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുക, അതാണ് വേണ്ടത്. കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ക്ലാസ്സുകള്? കേൾക്കുന്നുണ്ട്. സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോ അതൊക്കെ താനെ വന്നോളും മാം. നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡ് ആണെങ്കിൽ അടുത്തിന് കേൾക്കണമെന്നാണ് ചോദിച്ചത്. ഇല്ല മാം. ഇല്ല ഭാഗ്യം. എന്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. പറഞ്ഞ് ഇതാക്കണ്ട. നമ്മുടെ NT6 ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവും ക്ലാസ്സിൽ. ആൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഷിഫ്റ്റ് ആയതുകൊണ്ട് ആള് ക്ലാസ് കാണാനിരിക്കും. പക്ഷെ പലപ്പോഴും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, കുറെ നാളിങ്ങനെ പറഞ്ഞു പോയി. അപ്പൊ ഒരു ദിവസം പറയാണ്, ടീച്ചർ പറഞ്ഞിട്ടെങ്കിലും നിനക്ക് എന്നെ മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിച്ചത്. ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട് ഹസ്ബൻഡിന്റെ പ്രാധാന്യം എന്താണ്, അവരെങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ, എന്നിട്ട് നിനക്കത് മനസ്സിലാവണമല്ലോ എന്ന് ചോദിക്കാം. അപ്പൊ ആള് ക്ലാസ് എപ്പോഴും അറ്റൻഡ് ചെയ്യും. നമ്മളെങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് ക്ലാസ് ആൾക്ക് കാണാൻ ഇഷ്ടമുള്ളൂ. ഒന്നാമത് മോണ്ടിസോറി വേറൊരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതോടെ ഞാൻ ചോദിച്ചത്, അങ്ങനെ ആരെങ്കിലും അടുത്തിരുന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവരത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അമ്മയും കുഞ്ഞുള്ള പ്രത്യേകിച്ച് സോഷ്യൽ ഇമോഷണൽ വൈകാരികമായ ഒരു ബന്ധത്തിന്റെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സെക്യൂരിറ്റി, അല്ലെങ്കിൽ അമ്മയാണ് ഇമോഷൻ ബാലൻസിന്റെ ആദ്യ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഇമോഷൻസ് ആദ്യം എങ്ങനെയൊക്കെ നോക്കണം, എങ്ങനെയായിരിക്കും അവിടെ നിന്ന് ആദ്യം തിരിച്ചെന്ന് നമ്മുടെ അമ്മയുണ്ട്.
അല്ലേ? അതെ. യെസ് മാം. യെസ്. അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ആ ഒരു വൈകാരിക ബന്ധം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കുട്ടികള് ഇവിടെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ് ഡെവലപ്മെന്റ്സിനെയും സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇമോഷൻസിന്റെ ഭാഗമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കുട്ടികളെ ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത്, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് ചില കുട്ടികൾക്ക് എന്ത് പേടിയുണ്ടാവും അല്ലെ? പരിചയമില്ലാത്തതുകൊണ്ട് എന്താണ് കുഞ്ഞുങ്ങൾ അടുത്തേക്ക് പോവില്ല. പക്ഷെ ചില കുട്ടികൾ നേരെ മറിച്ചാണ്, പരിചയമൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ അവരോട് പൊക്കളെ അല്ലെ? അങ്ങനെ കാണിക്കുന്ന കുട്ടികളുടെ ടൈപ്പ് ഓഫ് ആൾക്കാർ. അയ്യോ സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെയാണ്? പേടിയൊന്നുമില്ല. ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോളും. അയ്യോ സൂക്ഷിക്കണോട്ടറിയില്ല. ഓക്കെ, എന്റെ മോളെ ആരത്തും പോകൂല മാം. അപ്പോഴും സൂക്ഷിക്കണം, പ്രശ്നമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ പറയുന്നത്. Yes. Children exhibit sign of fear and anxiety in the presence of strange persons, and immediate reaction of children is seeking the security of their mother. This is called stranger anxiety. അതായത് നമ്മള് കുഞ്ഞുങ്ങൾ എപ്പോഴും പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് പെട്ടെന്ന് പേടിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വരാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് കുട്ടിയിൽ അങ്ങനെ ഒരു പേടി ഉടലെടുക്കുന്നത്? പരിചയമില്ലാത്ത ഒരാൾക്കാരെ കാണുന്ന സമയത്ത് എന്താണ് അങ്ങനെ പേടി ഉടലെടുക്കാൻ കാരണം? എന്തുകൊണ്ടാണ്? ആൻസൈറ്റി, പേടി, ഭയം എന്ന വികാരം കുട്ടിയില് ആ ഒരു വികാരം കൈകാര്യം ചെയ്തത് കൊണ്ടാണ് അല്ലെ? പല കുട്ടികൾക്കും ഈ ഭയം അല്ലെങ്കിൽ ഫിയർ, ആൻസൈറ്റി എന്ന് പറയുന്നത് പല വേരിയേഷൻസിലാണ്. ചില കുട്ടികൾക്ക് ഇപ്പൊ നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഒരു പേടി ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് ടെൻസ്ഡ് ആവും അല്ലെ? നമുക്ക് അറിയാത്തൊരു വ്യക്തിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ട്. ഓക്കെ, യെസ്. ചിലപ്പോ ഇനി പരിചയം തന്നെ വേണമെന്നില്ല, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടി വരാറില്ലേ? ചിലപ്പോ അത് നല്ല ഒബീസിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വലിയ മീശയൊക്കെയുള്ള ആളുകൾ കാണുമ്പോൾ ചില കുട്ടികൾക്ക് പേടിയാണ്. അല്ലെങ്കിൽ താടി കാണുമ്പോ, അല്ലെങ്കിൽ ഉണ്ട കണ്ണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളവർ കാണുമ്പോ ശരിയല്ലേ? അങ്ങനെയുള്ളവർ കാണുന്ന കുട്ടികളെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യാം. ഓക്കെ, അതൊരു വികാരമാണ്, കുട്ടിയിൽ ഉടലെടുക്കുന്ന സ്വാഭാവികമായിട്ട് വരുന്ന ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്. ഓക്കെ, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാവില്ല, ചില കുട്ടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അപരിചിതരായിട്ടുള്ള കുട്ടികളെ കാണുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്താ ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത വ്യക്തികളിലായിരിക്കും കുട്ടികൾ അത് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ ഒരു സമയത്ത് എന്താണ് കുട്ടി ഏറ്റവും അന്വേഷിക്കുന്നത് അവന്റെ അമ്മയാണ് അല്ലെ? മറ്റുള്ളത്ര ഒരാള് കാണുകയോ നോക്കുകയോ ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അവൻ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? അമ്മയുടെ അടുത്തേക്ക് അല്ലെ? നമ്മുടെ അമ്മയുടെ അടുത്താണ് ഏറ്റവും സേഫ് പ്ലേസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് കുട്ടിയിൽ വരുന്നത്. ഓക്കെ, then there is another source of anxiety that come, which is known as separation anxiety. Stranger anxiety കൂടാതെ separation anxiety ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? separation anxiety. സെപ്പറേഷൻ ആൻസൈറ്റി, അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളെ വിട്ടു പോകുന്നത് പേടി. യെസ്, വിട്ടുപോകുന്ന പേടി. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നഴ്സറി സ്കൂളുകളിൽ ചേർക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? കുഞ്ഞിന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിട്ട സമയം, അല്ലെങ്കിൽ അംഗനവാടിയോ അല്ലെങ്കിൽ നഴ്സറിയിലേക്ക് വിട്ട സമയത്തോ ഡേ കെയറോ, ആ സമയത്ത് ആ വേർപിരിയുന്ന സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ തന്നെ വിഷമം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഉണ്ട് മാം. അങ്ങനെ പല അമ്മമാരുണ്ടല്ലേ, പല അമ്മമാരും കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക്, അതായത് നമ്മുടെ എത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാണ് പെട്ടെന്ന് കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും പല വീഡിയോസിൽ ഇപ്പോഴും കാണുന്നുണ്ട് അമ്മമാരെ കൊണ്ടുവന്നിട്ട് പോയിരുന്ന് ബാക്കിൽ ഇരുന്ന് കരയുന്നതായിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ശരിയാണ് അല്ലെ? അതൊന്നും നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്ന വികാരങ്ങളല്ല, നോർമൽ ആയിട്ട് വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഇമോഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് മാം, വന്നിട്ടുണ്ട് മാം. എത്രയോ പ്രാവശ്യം ഒളിച്ചിരുന്നിട്ടുണ്ട്, അംഗനവാടിയുടെ ബാക്ക് വശത്തൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട്. വല്ലാത്തൊരു ഇമോഷൻ ആണല്ലോ അത്. പറയാൻ എങ്ങനെയെങ്കിലും ഒരു 3:30 കുട്ടിയെ കണ്ടാ മതി എന്നുള്ളൊരു വിഷമമായിരിക്കും, ഒന്ന് കണ്ടാ മതി എന്നായിരിക്കും. അത് എന്റെ കുഞ്ഞിനുണ്ട്. നമ്മളില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് children will cry, feel upset when they do not find their mother.
preschoolers continue to rely on their mothers or a caregiver for approval and attention. They exhibit their dependency by sticking to the persons and crying when left with someone. Okay, നമ്മള് ഇപ്പൊ നമ്മളിപ്പോ നഴ്സറി പോകുന്ന സമയത്ത് അവിടെ നോക്കുന്ന ആന്റിമാരുണ്ടാവും അല്ലെ? ആന്റിമാര് ആയാന്നല്ലേ നമ്മൾ പറയുന്ന ആന്റി ആയ. കെയർ ഗിവേഴ്സ് അവരെ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്ന കുട്ടികൾക്ക് സ്റ്റാഫ് അല്ലെ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണല്ലോ അവർ ചെയ്യുന്നത്. ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ് അവർക്കും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഇവരുടെ കൂടെ തന്നെ ആയിരിക്കുള്ളൂ. ഇവരുടെ അറ്റൻഷൻ പിടിച്ചിട്ട്, അതായത് ഈ ആന്റിമാരുടെ അറ്റൻഷൻ പിടിച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ്? അമ്മയെ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ചിലരെ കണ്ടിട്ടുണ്ട്, ചിലരെ ആയമാരെ എടുത്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ചിലരെ അവരുടെ ചുറ്റും ഡ്രസ്സിന് ചുറ്റും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതായത് കുഞ്ഞുങ്ങൾ പേടിച്ചു വന്ന് നിൽക്കുകയാണ്. അതായത് അമ്മയില്ലാന്നൊരു സെപ്പറേഷൻ കുട്ടികൾ തിരിച്ചറിഞ്ഞു. അപ്പൊ അപ്രൂവൽ ആരുടെയും ഇപ്പൊ കിട്ടണവർക്ക് ഓൾറെഡി ചിലപ്പോൾ ടീച്ചേഴ്സിനോടായിരിക്കും, ടീച്ചർ അല്ലെങ്കിൽ ആരോടായിരിക്കും ഏറ്റവും കൂടുതൽ അവരെ കെയർ ഗിവേഴ്സിന് അവരുടെ മദേഴ്സ് ആയിട്ട് തന്നെ കാണുന്നത് അല്ലെ. അങ്ങനെ ആയമാർ നല്ലോണം നോക്കുന്ന ആന്റിമാരുണ്ട് കേട്ടോ, നല്ല ആന്റിമാരുണ്ട്. കുട്ടികൾക്ക് ഇപ്പോഴും നമ്മളെക്കാൾ ഇഷ്ടം അവരോടായിരിക്കും, അതായത് ഒരു പീരീഡ് കഴിയുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ അറ്റൻഷൻ പിടിച്ചു വെക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ആ സെപ്പറേഷൻ ഫീലിംഗ്, അമ്മ ഇല്ല എന്നുള്ള ഫീലിംഗ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആന്റിയുടെ കൂടെ നടക്കും, ആന്റിയോട് കരയായിരിക്കും, പലതും പറയുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താണ്, കുട്ടി അമ്മയില്ല എന്നൊരു ഫീലിംഗ് അവിടെ തിരിച്ചറിയുന്നതാണ് ആന്റിയുടെ കൂടെ അങ്ങനെ ആന്റിയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആന്റി എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ കൂടെ നടക്കുന്നത്. ഓക്കെ, അതെല്ലാം കുഞ്ഞുങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലെ ഇമോഷൻസ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ദിവസം അമ്മയിൽ നിന്ന് വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആൻസൈറ്റി ആണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയാൻ. ഓക്കെ, മനസ്സിലായോ പറയുന്നത്? നമ്മുടെ ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഇങ്ങനെ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെ തന്നെ വരുന്നത് ഉണ്ടാവോ? വലുതാവുന്നതിനനുസരിച്ച് ഇല്ല, ഗ്രാഫിന്റെ ഡിഗ്രീസ് ചെയ്ത് നമ്മളുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അതിനനുസരിച്ചിട്ട് എന്താണ്, അത് മാറും. Exhibit their dependency by sticking to person and crying when left with someone. Yes, അതായത് ചിലപ്പോ കുഞ്ഞുങ്ങൾ എന്താ കാണിക്കുന്നത്, ഇതുപോലെ കെയർ ഗിവേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ അവരുടെ കൂടെ കരന്റെ കാര്യം കാണാമെന്ന് പറയുന്നത് അവർക്ക് ആ സെപ്പറേഷൻ ഫീലിംഗ് ഓൾമോസ്റ്റ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടിക്ക് ആ വിഷമം വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് ഇതിൽ എന്ത് മാറ്റം വരുന്നുണ്ട്? This dependency behavior gradually decreases as children grow older. അത് കുറഞ്ഞു വരും. അതായത് ഈ ടെൻഡൻസി കുട്ടിക്ക് ഇങ്ങനെ അമ്മയിൽ നിന്നുള്ള സെപ്പറേഷൻ ഫീലിങ്സ് ഒക്കെ പിന്നീട് എന്താണ് കുറഞ്ഞു വരും. പിന്നെ സംഭവിക്കുന്നത് നമുക്ക് വെക്കേഷൻ ടൈമിലാണ്. വെക്കേഷൻ ടൈം കഴിഞ്ഞ് പിന്നെ ഒരു റീ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്തും സെയിം ഈ സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട് അല്ലേ. 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ കാര്യം എന്താ പറയുന്നത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ KG സെക്ഷൻ UKG സെക്ഷൻ ഈ സെക്ഷനിലെ കുട്ടികൾക്ക് ഇതേ സെയിം ഫീലിംഗ് ആണ് പിന്നീട് വരുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, അത് കുറച്ച് പീരീഡത്തേക്കുള്ളൂ, കുറച്ച് നാളെ സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിൽ മാത്രമേ ഇത് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നീട് എന്താണ്, അത് നോർമലി നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമായിട്ടുള്ളത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞ് വലുതാവുന്നതിനനുസരിച്ചിട്ട് ആ ബിഹേവിയേഴ്സിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ആ വികാരങ്ങളിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്കാണെങ്കിലും എന്താണ് കോമൺ ആയിട്ടുള്ള ഫിയർ ഉണ്ട് അല്ലെ. കുറച്ച് പേടികൾ, നോർമൽ പേടികളുണ്ട് അല്ലെ. ഏതാണ് നോർമൽ പേടികൾ എന്ന് പറയുന്നത്? ലൗഡ് നോയ്സ്, വളരെ ഇപ്പൊ നമ്മുടെ ഈ അനൗൺസ്മെന്റ് ഒക്കെ പോലെ വണ്ടിയിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന കണ്ടിട്ടില്ല നമ്മള്. അനൗൺസ്മെന്റ് എന്തെങ്കിലും ഉത്സവത്തെ പറ്റോ എന്തെങ്കിലും ഇലക്ഷൻ ടൈമിലൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ അനൗൺസ്മെന്റുകള്. അത് കേൾക്കുന്ന കുട്ടികൾക്ക് പേടിയാണ്, പേടിക്കുന്ന കുട്ടികളുണ്ട്. അത് വരുമ്പോഴേക്കും ഓടി റൂമിന്റെ അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കും ചെവി കുത്തി. ഓക്കെ, അതേപോലെ തന്നെ ലൗഡ് നോയ്സ്, ഏത് ടൈപ്പ് ഓഫ് നോയ്സ്, ഒച്ചയുള്ള ഭയങ്കര ശബ്ദം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അത് കോമൺ ഫിയർ. ഇപ്പോഴും ഞെട്ടുന്നവരുണ്ട്, ഇപ്പോഴും വലുതായിട്ടും ഞെട്ടുന്നവരുണ്ട്, അതൊന്നും മാറില്ല നമ്മുടെ. ഓക്കെ, പിന്നെ ഡാർക്ക്നെസ്, ഇരുട്ട് പേടിയുള്ള കുട്ടികളെ, ഇരുട്ട് പേടി, ഡാർക്ക്നെസ് പേടിയുള്ള കുട്ടികളുണ്ട്. ചില ആനിമൽസിനെ പേടിയുള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെ, ചില പ്ലേസും ചില ഒബ്ജക്ട്സും, ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പേടിയാണ്. ചിലപ്പോ ഒരു ഇരുട്ടുള്ള പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് എന്താ പറയാ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന ഏരിയാസ് കണ്ടാൽ നമുക്ക് നോർമലി പേടി വരാറുണ്ട്. ഓക്കെ, അതൊന്നെങ്കിൽ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേസ് ആയിരിക്കും, നമ്മുടെ സ്വപ്നത്തിലോ മറ്റെവിടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റിൽ കിടന്ന പ്ലേസ് ആയിരിക്കും.
അതേപോലത്തെ ഏത് പ്ലേസസ് കണ്ടാലും നമ്മളുടെ ഉള്ളില് അനാവശ്യമായ ഒരു പേടി ഇങ്ങനെ ഒഴുകി വരും. ഓക്കെ, അതേപോലെ തന്നെ ചില ഒബ്ജക്ട്സുകളെ പേടിയുള്ള കുട്ടികളുണ്ട്. ഒബ്ജക്ട് എന്തെങ്കിലും വസ്തുക്കള്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ എന്റെ ഫ്രണ്ടിനെ പറയാം. എന്റെ ഫ്രണ്ട് ചെറിയ കാലഘട്ടത്തിലാട്ടോ, ഞാൻ 2 or 3 ആ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത്, 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ, ആള് ഒരു പെൺകുട്ടിയാണ്, ലക്ഷ്മി എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കളിക്കുന്ന സമയത്ത് പറമ്പിലേക്ക് ഇരുന്ന് കളിക്കുന്നത്. അപ്പൊ മറ്റേ നമ്മുടെ കൂണ് കണ്ടിട്ടില്ലേ നിങ്ങള്? കൂൺ, മഷ്റൂം കണ്ടിട്ടുണ്ടോ? വെള്ളക്കൂണ്, പാൽക്കൂണ്, പല കൂണുകളുണ്ട് അല്ലെ, മഷ്റൂം. അപ്പൊ ഒരു ദിവസം എനിക്കറിയില്ല, അതിങ്ങനെ മതിലിന്റെ ആയിരിക്കും, നമ്മുടെ മതിലിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ആ പൂപ്പലിന്റെ കൂടെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കളിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമല്ലോ നമ്മള്, പഴയ കളികളൊക്കെ കളിക്കുന്ന സമയത്ത് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് പറിച്ച് ഞാൻ ഇവിടെ ഉള്ള കയ്യിൽ കൊടുത്തു. അത് കണ്ടോ ആള് ഓടിപ്പോയി. ആ സമയത്ത് കണ്ടപ്പോ തന്നെ ആൾ പേടിച്ചു. എനിക്കറിയില്ല അവർക്കത് പേടിയാണെന്നുള്ളത്. ഓക്കെ, പിന്നീട് ഞങ്ങൾ എപ്പോ കളിക്കാൻ നിൽക്കുമ്പോഴും കൂണ് കാണുമ്പോഴേക്കും ലക്ഷ്മിക്ക് പേടിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇൻട്രസ്റ്റഡ് ആയി, ആൾക്കത് പേടിയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ആൾക്ക് കുറച്ച് ആളുടെ പുറകെ പോയി പേടിപ്പിക്കുമായിരുന്നു. കൂണ് കണ്ടിട്ട് പേടി, അതെന്താന്ന് അറിയില്ല ആൾക്ക്. അപ്പൊ അമ്മയാണ് പറയുന്നത് അവർക്ക് പേടിയാണ്. ചെറുപ്പം മുതലേ, കുഞ്ഞിലേ മുതലേ 3 വയസ്സ് തുടങ്ങി അവർ താമസിച്ച വീട്ടിൽ അത് ഉണ്ടായിരുന്നു. അന്ന് അത് കാണുമ്പോൾ തുടങ്ങി ആൾക്ക് പേടിയാണ്. നമുക്കത് അറിയില്ലായിരുന്നു, പക്ഷെ നമ്മളത് മുതലെടുത്ത് അത് കാണുമ്പോഴേക്കോടെ മേത്ത് പറിച്ചിടാം. മേത്ത് പറിച്ചിടുമ്പോ ആള് പേടിച്ച് തെറ്റിയല്ലോ, ഭയങ്കര പേടിയാണ്. നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പമുള്ളൂ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, എന്ത് ഭംഗിയാണ് കൂണ് കാണാൻ അല്ലെ. പക്ഷെ ഇത്രയും നല്ലൊരു സാധനത്തിന് പേടി തോന്നാൻ എന്താണെന്ന് കാരണം ആർക്കും അറിയാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ, ചില ഒബ്ജക്ട്സുകളോടും ചില വസ്തുക്കളോടും ചില കുട്ടികൾക്ക് പേടിയുണ്ട്. അത് ഇപ്പോഴും മാറിയിട്ടില്ല, ഇപ്പോഴും കൂണ് കണ്ട പേടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ കാണും, ആള് നോക്കി വെക്കും, പക്ഷെ അതിനടുത്ത് ചെല്ലുക, അത് പിടിക്കുക, തൊടെ ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ചൈൽഡ്ഹുഡിൽ തുടങ്ങിയ ആ ഒരു ഫിയർ ആളുടെ മനസ്സിൽ പിടികൂടി ഇപ്പോഴും അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ കോമൺ ഫിയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഫാൻ കറങ്ങുന്നത് കണ്ടാൽ പേടിയുണ്ട്. വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളെ കണ്ടാൽ പേടിയുണ്ട്. വലിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ രൂപഭാവം, അതിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ കളർ, അല്ലെങ്കിൽ ചില പിക്ചേഴ്സ്, നമ്മുടെ ചുവരിലിരിക്കുന്ന ചില പിക്ചർ കാണുമ്പോൾ കുട്ടികൾ പേടിക്കുന്ന പറ്റുന്നത് അല്ലെ. അത് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. ചില ചെയർ കണ്ടാൽ പേടിയാണ്, ടേബിൾ കണ്ടാൽ പേടിയാണ്, ചില റൂം കണ്ടാൽ പേടിയാണ്, ബാത്റൂമിനകത്ത് ഒറ്റക്ക് കയറാൻ പേടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ. ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ അവർ കൈകാര്യം ചെയ്യുന്നത് ഫിയർ എന്ന ഇമോഷൻസ് ആണ് അല്ലെ, പേടിയാണ്. ഓക്കെ, ഇതൊക്കെയാണ്. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയാലേ സൂചിയൊക്കെ കണ്ടാല് ഹോസ്പിറ്റൽ പേടിയാണോ? ഞാൻ വേറൊരു പേടി പറയട്ടെ. എനിക്കുള്ള കോമൺ ഫിയർ ആണ് തിയേറ്ററിനകത്ത്. ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് പോകുന്നത് ഞാൻ തന്നെയാണ്. എല്ലാ സിനിമകളും പോയി കാണും. തിയേറ്ററിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇരുട്ട് അറിയില്ലേ, അത് പേടിയാണ്. ഇപ്പോഴും എനിക്ക് പേടി മാറിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു സാധനം വരും, ഒരു ടെൻഷനാണത്. അതൊരു പേടിയാണ് രൂപപ്പെട്ട് വരുന്നത്. ഇത്രയും നാളെ എനിക്കത് മാറ്റാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ സൈക്കോളജി പഠിച്ചത് ഓർത്ത കാര്യമില്ല, സൈക്കോളജി എന്തോ എനിക്കുണ്ട് അതുപോലെ. വെടിയില്ലേ, വെടി പൊട്ടിക്കൂലേ ഉത്സവത്തിനും മറ്റേതൊക്കെ, ഭയങ്കര പേടിയാ. അത് ഈ പേടിയിൽ കൂട്ടാൻ പറ്റില്ലടോ. അത് ഈ പേടി കൂട്ടണ്ട. എന്താന്ന് അറിയില്ല, അത് ഞെട്ടിപ്പോകും. അതിപ്പോ വെടികൊണ്ടെന്ന് എല്ലാവർക്കും പേടി, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പേടിയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കാർട്ടൂൺസ് പേടി, അനിമൽസ്, പട്ടി പൂച്ചനെ പേടി. എനിക്ക് എല്ലാ മൃഗങ്ങളെയും പേടിയാട്ടോ. ഈ പൂച്ച തീരെ പോലും തൊടൂല, എനിക്ക് പേടിയാണ്, നല്ല പേടിയാണ്. എന്താണെന്ന് അറിയില്ല, അത് മാറാൻ പോകുന്നില്ല, മാറിയില്ല. പിന്നെ സ്ട്രേഞ്ച് പേഴ്സൺസിനെ പേടിയില്ല. നമുക്കാണെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്ത അങ്ങനെ അധികം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതേ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളത് ആപത്ത് അല്ലെ. അങ്ങനെ പേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട്. പിന്നെ പ്ലേസും ഒബ്ജക്ട്സ് ഒക്കെ, അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളത് പേടിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ മഷ്റൂംസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ കോമൺ ഫിയേഴ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരു പരിധി വരെ ചിലവരിൽ മാറും, ചിലവരിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് പോകും. ഓക്കെ, അതായത് അവരുടെ ആ ഇമോഷൻസിനെ അവർ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് പോവാത്തത് കേട്ടോ. അതിനെ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ എന്താണ്, ഫ്രീ ആക്കി വിടാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. നമ്മൾ ഓൾറെഡി അത് ചെറുപ്പകാലങ്ങളിൽ നമ്മളുടെ അത് മനസ്സിൽ കയറി കഴിഞ്ഞാല് അങ്ങനെ വിട്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഒരു കോമൺ പേടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രേതം ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ. ഇല്ലേ?
ഉണ്ട് മാം. ഓ പ്രേതമുണ്ട്. ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കി പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല മാം. ഇല്ല, ആരുമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ഇന്ന് മൊത്തം തിരിഞ്ഞു നോക്കലായിരിക്കും വൈകുന്നേരം വരെ. ഓക്കെ. നമ്മളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രേതം എന്ന് പറയുന്നത് ആകാശഗംഗയിലെ പ്രേതമായിരിക്കും കുറെ പേരെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? ആകാശഗംഗയിലെ ഗംഗയാണ് അല്ലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും പ്രേതം. മിസ്, എന്നെ എല്ലാരും പറയും ആകാശഗംഗയിലെ ആ പ്രേതത്തിന്റെ മോശമായി പറയാം. എനിക്ക് അതിന് ശേഷം ഒരു കണ്ണാടി രാത്രി പേടിയാ. ഓക്കെ, നമുക്ക് 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ശരിക്കും പഠിക്കും. സൈക്കോളജിയിലൂടെ നിങ്ങൾ കടന്നിട്ടില്ല, അവിടെ എത്തുമ്പോൾ ശരിക്കും പഠിച്ചു തരാം കേട്ടോ. എന്താണ് മനസ്സ്, എവിടെയാണ് പ്രേതമൊക്കെ ഇരിക്കണേന്നൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ പേടിയൊക്കെ നമുക്ക് മാറ്റാം. നമുക്കിപ്പോ വിചാരിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ മുൻപിൽ ഒരു കറുത്ത രൂപം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കൂ. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, നിങ്ങളുടെ മുൻപിൽ ഒരു കറുത്ത രൂപം ഉണ്ടെന്ന്. ഹലോ മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. എന്റെ മോക്ക് ഭയങ്കര പേടിയാ. അവള് ഒറ്റയ്ക്ക് എവിടെയും പോവില്ല. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും പോവില്ല. എവിടെങ്കിലും പോയാൽ എന്റെ കൈ പിടിച്ച് തന്നെ ഉണ്ടാവും. അപ്പൊ ഒരു ആ വീട്ടില് അവള് ഫിഷ് കൂട്ടി ചോറ് തിന്നു. അവള് തനിയെ തിന്നതാണ്. അപ്പൊക്ക് ഫിഷിന്റെ മുള്ളുണ്ടല്ലോ, അത് തൊണ്ടയിൽ കുടുങ്ങി ചെറുതായിട്ട്. അവൾക്ക് ഭയങ്കര പേടിയാ. കൈയൊന്ന് മുറിഞ്ഞ് ചെറുങ്ങനെ ചോറ് ബ്ലഡ് കാണാൻ ഭയങ്കര പേടി. എത്ര വയസ്സായി? 6 വയസ്സാകാൻ പോകുന്നു. 6 വയസ്സ്. 6 വയസ്സിലോ? മാറിക്കോളും കേട്ടോ. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം, മാറിക്കോളും കേട്ടോ. ഇപ്പൊ അവള് ഫിഷ് തിന്നുന്നേ ഇല്ല മാം. ഫിഷ് കറി കണ്ട കരയാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വെക്കും. പറഞ്ഞു മാക്സിമം മനസ്സിലാക്കുക. പിന്നെ അത് മാറിയില്ലെങ്കിൽ അത് മാറില്ല. അപ്പൊ അവരായിട്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. നമ്മളുടെ മനസ്സിനെ മാറ്റാൻ പറ്റാത്ത യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ വേണോന്ന് വെക്കണമെന്ന് മാത്രം. വേണോന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ട് വിചാരിച്ചു നെഗറ്റീവായി നടക്കൂ, പോസിറ്റീവായിട്ട് വിചാരിച്ചു പോസിറ്റീവായിട്ട് നടക്കും. ഉറപ്പാണ്. നമ്മൾ വിചാരിക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ മനസ്സുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. നമുക്ക് ഇവിടെ ഇരുന്നപ്പോ ലണ്ടനോ അമേരിക്കയിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും, അല്ലെ? ഇപ്പൊ ഇരുന്നുകൊണ്ട് ഇപ്പൊ ലണ്ടനിൽ പോവാം, അമേരിക്കയിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് മനസ്സുകൊണ്ട് കഴിക്കാൻ പറ്റില്ല, അല്ലെ? കഴിക്കാൻ പറ്റില്ലേ? മനസ്സ് വിചാരിച്ചാൽ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരുമ്പോ മനസ്സും ശരീരം ഒന്നാക്കുന്ന സമയത്താണ് നമ്മൾ അത് പ്രാക്ടിക്കലാക്കി ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അത് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ പാരാസൈക്കോളജിയൊക്കെ പഠിപ്പിച്ചു തരും. എല്ലാം പഠിപ്പിച്ചിട്ട് നിങ്ങൾ വിടുന്നുള്ളൂ കേട്ടോ. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി പഠിക്കുമ്പോ എല്ലാരും പഠിക്കാനുണ്ട്. പാരാസൈക്കോളജിനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പഠിക്കണം. നമ്മുടെ പേടിയൊക്കെ മാറ്റണം. മൈൻഡിനെ ഏറ്റവും സക്സസ്ഫുൾ ആക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പോകുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പോഴും പേടിയുള്ളവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഞാനൊരു ഇൻസിഡന്റിനെ പറ്റി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുക. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വരും. എങ്ങനെയാണ് വരുന്നത്? ഓൾറെഡി നിങ്ങൾ ഇത് വിട്ട കാര്യമാണ്, അല്ലെ? പക്ഷെ കിടന്നുറങ്ങുന്ന രാത്രി നിശബ്ദയില് നിങ്ങളിലേക്ക് വരും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വരും. യെസ്, നമ്മൾ പറഞ്ഞ ആകാശഗംഗയിലെ പ്രേതവും പ്രേതത്തിന്റെ സിനിമ കണ്ടതും കാര്യങ്ങളൊക്കെ അൺകോൺഷ്യസ് മൈൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്താ ഉറങ്ങാൻ പറ്റാത്ത? പേടിയുള്ളതുകൊണ്ട്. നല്ല പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഉറങ്ങേ ഇല്ല. യെസ്. ഇനി എത്ര പേർക്ക് ധൈര്യമുണ്ട് രാത്രി 2 മണിയാവുമ്പോ നമ്മുടെ വിൻഡോ തുറന്നൊന്ന് പുറത്തേക്ക് നോക്കാനായിട്ട്? ഇല്ല മാം, ധൈര്യമില്ല. ഓക്കെ, തുറന്നു വിചാരിക്കുക കേട്ടോ. രാത്രി 2 മണിക്ക് നിങ്ങള് തുറന്നു കഴിഞ്ഞപ്പോ ജനല് തുറന്ന് വെള്ളം കുടിക്കുകയാണ്. ഇരുട്ടാണ്. ഇരുട്ടത്ത് അവിടെ എന്തോ ഒരു അനക്കം നിങ്ങൾ കണ്ടു. എന്തോ അനങ്ങുന്നുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ചു? അപ്പൊ തന്നെ നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അവിടെ പ്രേതമുണ്ട്, അല്ലെ? പ്രേതമുണ്ട്, അവിടെ ആരും ഉണ്ട് തീരുമാനിച്ചു. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്തായിരുന്നു? അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. കാറ്റില് വാഴ ഒന്ന് ആടിയതാ. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അവിടെ പ്രേതമുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്തു. നമ്മുടെ മനസ്സിൽ വിചാരിച്ച തീർന്ന പിന്നെ വേറെ ആരെന്ത് പറഞ്ഞ ഒരു കാര്യമില്ല. ഓക്കെ, കട്ടം മാറ്റി നോക്കാൻ നമ്മൾക്ക് ഭയങ്കര ധൈര്യം തോന്നും കേട്ടോ. എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലെ?
നിങ്ങൾ വായിച്ചു ഇപ്പൊ അവിടെ ഇവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞതിന്റെ എന്തെങ്കിലും പ്രൂഫുകൾ ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രൂഫുള്ള ആരെങ്കിലും മരിച്ചാൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മരണത്തെ കുറിച്ച് പോലും പറയുന്നത് ആരാണ്? ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. മരിച്ചവരെ കുറിച്ച് പറയുന്നത് ആരാണ്? ജീവനോടുള്ള ആൾക്കാരാണ് മരിച്ചവരെ കുറിച്ച് പറയുന്നത്. മരിച്ചവരെ ആരും കണ്ടിട്ടില്ല. അതെന്താണെന്ന് പോലും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അറിയില്ല. ഓക്കെ. പിന്നെ പഠനങ്ങളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ധാരണകളാണ്. പെർസെപ്ഷൻ അനുസരിച്ചിട്ട് മനസ്സ് എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പല പഠനങ്ങളിലൂടെയും അല്ലെങ്കിൽ തിയറീസിലൂടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതുവരെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നമ്മളിപ്പോ 10 പേര് ഒരുമിച്ച് ഒരു പ്രയത്നം കണ്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും? ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് അതെല്ലാം. ഓക്കെ. ഈയിടെ ഒരു ഭാവനയുടെ ഒരു മൂവി ഇറങ്ങിയായിരുന്നു. നിങ്ങൾ കണ്ടാന്ന് എനിക്കറിയില്ല. പേര് ഹണ്ട് എന്നാണ് ആ സിനിമയുടെ പേര്. ഹണ്ട് കണ്ടില്ല. അതിലെ ഭാവന നമ്മൾ എന്താ ചെയ്യുന്നതില് ഭാവനയുടെ നമ്മൾ മോർച്ചറിയുടെ അകത്ത് കയറ്റും. മോർച്ചറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. മോർച്ചറിയുടെ അകത്ത് കയറ്റിയിട്ട് മോർച്ചറിയുടെ അകത്ത് ഒരു 50 മിനിറ്റ്സോളം നിൽക്കാൻ പറഞ്ഞു. മോർച്ചറിയുടെ അകത്ത് ഭാവന കയറിയിരിക്കുന്നത് എങ്ങനെയാണ്? ഫുൾ നെഗറ്റീവ് ചിന്താഗതി വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത് അല്ലെ. അതായത് ഇതിനകത്ത് ആത്മാക്കൾ ഉണ്ടാവും, എന്നെ പിടിക്കും, അതാണ് മച്ചാന്നൊക്കെ വിചാരിച്ച് നെഗറ്റീവ് തോട്ടോടുകൂടി നിന്നപ്പോ എന്താണ് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും കാണുമ്പോഴും തോന്നുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ എന്താണ് അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ഭാവന വിചാരിച്ചത്. ഓക്കെ. യെസ്. പോസിറ്റീവായിട്ട് ആരും പോസിറ്റീവായിട്ട് മോർച്ചറി കയറോ? പോസിറ്റീവ് തോട്ടോടുകൂടി മോർച്ചറിൽ ആരെങ്കിലും കയറുള്ളതേ? അങ്ങനെയാണ് കാണിക്കുന്നത്. ആ സിനിമയിൽ അങ്ങനെയും കാണിക്കുന്നത്. ഓക്കെ. പക്ഷെ അതാണ് അതിൽ സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടെന്നാണ് മൈൻഡിൽ ഓൾറെഡി നെഗറ്റീവായിട്ട് വിചാരിച്ചിരുന്ന നമ്മളുടെ മുന്നിൽ കാണുന്ന നെഗറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വാഴേനെ കണ്ടപ്പോ അത് വാഴയാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അവിടെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്താണ് വാഴയില്ല, അവിടെ പ്രേതമുണ്ട്, അവിടെ ആരും ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ മനസ്സ് പറഞ്ഞു, നിങ്ങൾ അത് അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഓക്കെ. യെസ്. പിന്നെ രാത്രി വെള്ളം കുടിക്കുമ്പോ ജനലൊന്നും പുറത്തോട്ട് പോകണം കേട്ടോ. ഈ കള്ളന്മാര് വന്നാൽ അത് സത്യമാണ് കേട്ടോ. വളരെ കള്ളന്മാരാണെങ്കിൽ അത് പ്രേതമൊന്നുമല്ല, സത്യം ജീവനുള്ള കള്ളന്മാരാണ്. എനിക്കൊന്നും പറഞ്ഞത് കാര്യമില്ല. ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യത. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഇന്ന് ഈ സമയത്ത് വാതിൽ ഓർക്കുമ്പോഴായിരിക്കും ഒരു കള്ളനെ പിടിക്കാൻ പറ്റുന്നത്. എന്നും പറഞ്ഞ ആരും അപകടമായ പരിപാടിക്കൊന്നും നിൽക്കരുത്. പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ടീച്ചർ 2 മണിക്ക് കയറി പുറത്തു നോക്കാൻ പറഞ്ഞ ഒരു പ്രാക്ടിക്കല് തന്നിരുന്നു. ഞാൻ പോയി ചെയ്തു. എന്നെ കള്ളം പിടിച്ചു എന്നൊന്നും പറയരുത്. ഇപ്പൊ ഭയങ്കര കള്ളന്മാരുടെ ശക്തിയാണ്. എന്താണ് സ്വർണത്തിനൊക്കെ വില കൂട്ടിയത് കള്ളന്മാർ തിരക്കാണ് ഇപ്പൊ. ആണോ? നിങ്ങള് ഒരു 6 മണിക്ക് 7 മണിക്കുള്ളിൽ വീടിന്റെ കഥകളും ജനലും ഒക്കെ അടയ്ക്കുന്ന ആരൊക്കെ ഉണ്ട് ഇതില്? ഞാനുണ്ട്. ഞാനുണ്ടാവും ഇവിടെ. കുറെ ഞാനുണ്ടാവും ഇവിടെ. എന്തിനാണത്? കള്ളന്മാരെ ഓക്കെ പേടിച്ചോളൂ. കള്ളന്മാരെ പേടിച്ചോളൂ. മനുഷ്യരെയാണ് നമ്മള് പേടിക്കേണ്ടത്. മനുഷ്യന്മാരെ തന്നെയാണ്, പ്രേതങ്ങളെ അല്ല. മനുഷ്യന്മാരെ തന്നെയാ പേടി. മറ്റേ പ്രേതത്തിനെയൊന്നും പേടിയില്ല. മരിച്ചവരെ പേടിക്കണ്ട പറയും, ജീവനുള്ള മനുഷ്യന്മാരെ പേടിക്കണം. അതെ. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ മനുഷ്യനെയും ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ തന്നെയാണ് അല്ലെ. പ്രകൃതിയെ നശിപ്പിച്ചു കളയുന്നതും അവർ തന്നെയാണ്, മനുഷ്യൻ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നമ്മളുടെ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ സീരിയൽ കില്ലേഴ്സിന്റെ കാലഘട്ടമാണ് അല്ലെ. സീരിയൽ കില്ലർമാര് നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് കരുതിയിരിക്കണം. ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മുടെ കുട്ടികളെ ഇപ്പൊ തൊട്ടടുത്തുള്ള വീട്ടിൽ പോലും വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടിലുള്ളവരെ പോലും നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. എല്ലാവർക്കും വേറൊരു മുഖം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊന്നും അടുത്ത വീടുകളിലോ അങ്ങനെയൊന്നും പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങും വിടണ്ട. നമ്മുടെ കൂടെ തന്നെ നിർത്തിക്കുക. അതായിരിക്കും നല്ലത്. എന്ത് ഇതാണെങ്കിലും നമ്മുടെ കൂടെയുള്ള സമയത്ത് ഒക്കെ, അല്ലാത്തപ്പോ വിടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ലോകം അതേപോലെ അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അതിനാൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ലൈഫ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അത് സൂക്ഷിക്കണം. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. താങ്ക് യു.
Thank you. Have a nice day. Okay, ma'am. Thank you. താങ്ക് യു Thank you. Thank Thank you, you, ma'am. ma'am. താങ്ക് യു ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. Thank you.